നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ലൈവ് അറ്റ് 6ലേക്ക്. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. മനുഷ്യരാശിക്കെതിരായ കുറ്റമെന്ന് ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രൈബ്യൂണൽ. വിധി അനീതിയെന്ന് ഷെയ്ഖ് ഹസീന. തദ്ദേശത്തിൽ കൂടുമാറ്റവും തർക്കവും തുടരുന്നു. തൃശൂരിൽ UDF പഞ്ചായത്ത് പ്രസിഡന്റ് BJPയിൽ ചേർന്നു. മുസ്ലിം ലീഗ് നേതാവ് യു പോക്കർ CPMൽ. മുൻ CPI നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ. ആലപ്പുഴയിൽ LDFന് തലവേദനയായി CPM CPI തർക്കം. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ SLന് ഹൈക്കോടതിയുടെ ആശ്വാസം. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അനീതി. ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നും ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി. കേസിൽ നാളെ വീണ്ടും ഹിയറിംഗ്. കണ്ണൂരിൽ BLOയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച BLOമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമെന്ന് സംയുക്ത സമരസമിതി. ആത്മഹത്യയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കനക്കുന്നു. അനീഷിനെ CPM ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവിട്ട് കോൺഗ്രസ്. ശബരിമല സ്വർണക്കൊള്ളയിൽ സന്നിധാനത്തെത്തിയ SIT. പീഠവും കട്ടിളപ്പാളിയും തൂണുകളിലെ പാളികളും അഴിച്ചെടുത്ത് പരിശോധന. അളവ് തൂക്കം പരിശോധിച്ച ശേഷം പുനഃസ്ഥാപിക്കും. വൃശ്ചികം 1 സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. തൃണമൂൽ MPക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പശ്ചിമ ബംഗാൾ ഗവർണർ. രാജ്ഭവൻ സുരക്ഷാ ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിച്ചു. കല്യാൺ ബാനർജിക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം. ബീഹാറിൽ നിതീഷ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ലാലു കുടുംബത്തിൽ തർക്കം അതിരൂക്ഷം. മെക്കയിൽ വാഹനാപകടത്തിൽ 40 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 11 കുട്ടികൾ. കൊല്ലപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികൾ. അപകടം ഉംറ കഴിഞ്ഞ് മടങ്ങവേ. നോക്കാം വിശദമായി തന്നെ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രൈബ്യൂണലാണ് ശിക്ഷ വിധിച്ചത്. മനുഷ്യരാശിക്കെതിരായ കുറ്റമാണ് ഷെയ്ഖ് ഹസീന ചെയ്തതെന്ന് ട്രൈബ്യൂണൽ. അതേസമയം ICTയുടെ വിധി അനീതിയെന്നാണ് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചത്. തന്റെ ഭാഗം പറയാനുള്ള അവസരം കോടതി തന്നില്ലെന്നും രാജ്യത്ത് ഭീകര സംഘടനകൾ പിടിമുറുക്കിയതായും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷയാണ് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അവരെ മരണം വരെ തൂക്കിലേറ്റാനുള്ള വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2024 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് നടന്ന കലാപത്തിൽ, വിദ്യാർത്ഥികൾ മുന്നോട്ട് നയിച്ച കലാപത്തിൽ നിരവധി ആളുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ സർക്കാർ, ഷെയ്ഖ് ഹസീന നയിച്ച സർക്കാർ, ഈ വിദ്യാർത്ഥികളെ അടക്കം കൊല്ലുന്നതിന് വേണ്ടി പ്രേരണ നടത്തി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ല. അവരെ മാത്രമല്ല, ഇവരെ കൊലപ്പെടുത്താനുള്ള ഉത്തരവിറക്കി തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, ആരോപിച്ചുകൊണ്ടാണ് ICT ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ട് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഇത് കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു വിധി വരുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യത്ത് മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ വിന്യസിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇങ്ങനൊരു വിധി വരുന്നത്. വിധിക്ക് പിന്നാലെ തന്നെ ഷെയ്ഖ് ഹസീന, ഇന്ത്യയിൽ നിലവിലുള്ള ഷെയ്ഖ് ഹസീന ഈ വിധിയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ICT എന്ന് പറയുന്ന കോർട്ടിനെ അവർ ബംഗ്ലാദേശ് കൊണ്ടുവന്നത് തന്നെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കാനായിരുന്നു. ഈ വിധി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ICT എന്ന് പറയുന്ന ഒരു കങ്കാരു കോർട്ടാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഷെയ്ഖ് ഹസീന വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഉന്നയിച്ചിരിക്കുന്നത്. അവർ എന്തായാലും ഉടനെയൊന്നും
ബംഗ്ലാദേശിലേക്ക് ഒരു തിരിച്ചു മടങ്ങിപ്പോക്കില്ല എന്നുള്ള കാര്യം അവർക്ക് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോബയും അടക്കമുള്ള സംഘടനകൾ, ഭീകര സംഘടനകൾ ബംഗ്ലാദേശിൽ കാലുറപ്പിച്ചു കഴിഞ്ഞു. അവരടക്കമുള്ള ഭീകരവാദികളാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ, അതായത് തനിക്കെതിരെ അവിടെ നടപടികൾ എടുക്കുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം വലിയ കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തനിക്ക് കോടതിയിൽ തൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ കോടതിയിൽ ഒരു അനുവാദവും ഉണ്ടായില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഷെയ്ഖ് ഹസീന വിധിക്ക് പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് കഴിഞ്ഞ 10 ദിവസമായി അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ICT വിധിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും രാജ്യത്ത് ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇന്ത്യയുടെ നിലപാട്, ഈ വിധിയിൽ എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണം വരും മണിക്കൂറുകളിൽ അറിയിക്കും. എന്തായാലും ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ഇന്ത്യയുടെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പരിശോധന നടത്തി SIT. ദ്വാരപാലക ശില്പങ്ങളിലെ പീഠം, കട്ടിളപ്പാളി തൂണുകളിലെ പാളികൾ എന്നിവ പരിശോധനയുടെ ഭാഗമായി അഴിച്ചെടുത്തു. അളവ് തൂക്കം പരിശോധിച്ച ശേഷം ഇവ പുനഃസ്ഥാപിക്കും. സന്നിധാനത്ത് നിന്ന് VV വിനോദിന്റെ റിപ്പോർട്ട് കാണാം. വളരെ സുപ്രധാനമായ നടപടികളാണ് ഇന്ന് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് താഴെയുള്ള പീഠങ്ങളും കട്ടിളപ്പാളിയും അതോടൊപ്പം തന്നെ ശ്രീകോവിലിന് വശങ്ങളിലെ 4 തൂണുകളിലെ പാളികളുമാണ് അഴിച്ചെടുത്തത്. ഇനി ഇതിന്റെ അളവ് തൂക്കം നോക്കിയ ശേഷമായിരിക്കും പുനഃസ്ഥാപിക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം തന്നെ സന്നിധാനത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രേഖകൾ കുറെ പരിശോധിച്ചു. അതിനുശേഷമാണ് ഇന്ന് നടപടികളിലേക്ക് കടന്നത്. ഉച്ചപൂജയ്ക്ക് തൊട്ടു മുൻപാണ് അന്വേഷണ സംഘം ശ്രീകോവിലിന് സമീപം എത്തിയത്. നട അടച്ചതോടുകൂടി തന്നെ പാളികളെല്ലാം അഴിച്ചുമാറ്റിയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു സമയത്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുമ്പോഴാണ് ഇത്തരമൊരു നടപടി. അതിന് കാരണവുമുണ്ട്. ED കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ കോടതിക്ക് മുമ്പാകെ ഇനി SITക്ക് പറയാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഉൾപ്പെടെ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും N വാസുവിന്റെയും ഉൾപ്പെടെ 5 അറസ്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കട്ടിളപ്പാളികളുടെ പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ പരിശോധനകൾ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നൊരു വാദം ഉയർത്താൻ സംസ്ഥാനത്തിന് കഴിയുകയും ചെയ്യും. C വിനോദിനൊപ്പം VV വിനോദ്, News 18 സന്നിധാനം. ശബരിമലയിൽ വൻ തീർത്ഥാടന തിരക്ക്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരെന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധവുമായി BLOമാർ. സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച BLOമാർ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. പരാതി ലഭിച്ചില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കള്ളമാണെന്നും താൻ നിസ്സഹായനെന്നായിരുന്നു മറുപടിയെന്നും ജോയിന്റ് കൌൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. അതേസമയം CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസും ഒപ്പം BJPയും. എന്നാൽ ആരോപണം CPM തള്ളി. SIRമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ അധിക ജോലിഭാരം, അമിത ജോലിഭാരം സംസ്ഥാനത്ത് ജീവനക്കാരെ ആകെ പ്രതിഷേധമായി മാറുകയാണ്. കണ്ണൂരിൽ ഒരു BLO ജീവനൊടുക്കിയെ തുടർന്നാണ് ഇത്തരമൊരു ശക്തമായ സമരത്തിലേക്ക് ജീവനക്കാർ നീങ്ങുന്നത്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലും അതുപോലെ ഉന്നതാനുകൂല സംയുക്ത അധ്യാപക ജീവനക്കാരുടെ സംഘടനകളും സമരവുമായി രംഗത്ത് വരികയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കേന്ദ്ര സർക്കാരിന് രൂക്ഷമായ വിമർശനമാണ്, രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ഇങ്ങനെ ജോലി ചെയ്യാൻ കഴിയില്ല. 1 മാസം കൊണ്ട് തീർക്കേണ്ട ജോലി ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറഞ്ഞാൽ എങ്ങനെ സാധിക്കുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ചോദിക്കുന്നത്. രാപകലില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് BLOമാർക്ക്. പലർക്കും ആ പ്രദേശത്തെ പറ്റി പോലും വ്യക്തതയില്ലാത്ത ആളുകളാണ്. ഒരു പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ചെന്നിറങ്ങിയാൽ അവർക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും മതിയായ സഹായം ഇവർക്ക് നൽകാൻ കഴിയില്ല. കാരണം
തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്ത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ SIR മുന്നോട്ട് പോകരുതെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ വച്ചതാണ്. പക്ഷേ അതും അന്ന് ആ നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല. നിരവധി ജീവനക്കാർ ജോലി വിട്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. പലരും വലിയ ആത്മസംഘർഷത്തിലാണ്. പലരും ജോലി വിട്ടുപോകുന്നതിനപ്പുറത്തേക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതിനി അനുവദിക്കാനാകില്ല. ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും അടക്കം മറ്റു ജീവനക്കാരും BLOമാരല്ലാത്ത ആളുകൾ കൂടി പണിമുടക്കി വലിയൊരു സമരരംഗത്തേക്ക് മാറാനുള്ള ആലോചനയിലാണ് ജീവനക്കാരുടെ സംഘടനകൾ. BLO ആയ അനീഷ് ജോർജിന് നാടിന്റെ യാത്രാമൊഴി. ഏറ്റുകുടുക്ക ലൂർദ് മാതാ കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. SIRന്റെ അമിത ജോലി സമ്മർദ്ദം കൊണ്ടാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നത്. ഇന്നലെ രാവിലെ 11-ന് കുടുംബാംഗങ്ങൾ പള്ളിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിൽ അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാഥൻ വന്നു മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകലപരേതർക്കും നിങ്ങളിൽ നിന്ന്. ഇനി ഇലക്ഷൻ വാർത്തകൾ നോക്കാം. നാട്ടിലോട്ട്. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ SLനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അനീതിയെന്ന് ഹൈക്കോടതി. സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നും ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസിൽ നാളെ വീണ്ടും ഹിയറിംഗ് നടക്കും. അതേസമയം കോടതിയിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുവെന്ന് മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ പ്രതികരിച്ചു. ഹൈക്കോടതി പരാമർശത്തിന്റെ ആശ്വാസത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ. വൈഷ്ണ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ മത്സരിക്കാൻ കഴിയുകയില്ല എന്നൊരു നിർദ്ദേശം വൈഷ്ണയ്ക്ക് മുൻപിലേക്ക് എത്തിയത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനകം കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതിലൊരു തീരുമാനമുണ്ടാകണം. അതായത് രാഷ്ട്രീയം കളിക്കരുത്, ഈ ഒരു 24 വയസ്സ് മാത്രമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്നും സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ പാടില്ല എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു രാഷ്ട്രീയ നീക്കമാണ് പൊളിഞ്ഞതെന്നും ഇതിൽ കൂടുതൽ ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുന്നോട്ട് കയറി വരുമെന്നായിരുന്നു വൈഷ്ണവയുടെ പ്രതികരണം. അനുകൂലമായിട്ടൊരു വിധി വരും തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. 2 ദിവസത്തിനകം ഹൈക്കോടതിയെ തീരുമാനം അറിയിക്കണമെന്നാണ് കലക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഈയൊരു കലക്ടറിന്റെ തീരുമാനം അനുകൂലമാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളി വൈഷ്ണയ്ക്ക് കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള ഒരു കാരണമായേക്കുമെന്നടക്കം കോൺഗ്രസ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് വൈഷ്ണയുടെ തീരുമാനം. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. JDUവും BJPയും മന്ത്രിസ്ഥാനം തുല്യമായി പങ്കിടാനാണ് ആലോചിക്കുന്നത്. ചിരാഗ് പസ്വാന്റെ LPGക്ക് 2 മന്ത്രിസ്ഥാനവും HAM, RLM എന്നീ കക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും നൽകും. സ്ഥാനമൊഴിയുന്ന സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ നിതീഷ് രാജി സമർപ്പിച്ചു. വ്യാഴാഴ്ച ഗാന്ധി മൈതാനത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. ലാലു കുടുംബത്തിൽ തർക്കം അതിരൂക്ഷം. രോഹിണി ആചാര്യയ്ക്ക് പിന്നാലെ 4 പെൺമക്കൾ കൂടി പട്നയിലെ വീട് വിട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷമുള്ള യോഗത്തിൽ തേജസ്വിയും രോഹിണിയും തമ്മിൽ തർക്കമുണ്ടായതായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സഹോദരനെ മാത്രമാണ് തള്ളിപ്പറഞ്ഞതെന്നും അച്ഛന്റെ പിന്തുണ തനിക്കുണ്ടെന്നും രോഹിണി ആചാര്യ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ തേജ് പ്രതാപ് യാദവ് NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനെതിരായ ആരോപണത്തിൽ തൃണമൂൽ MPക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഗവർണർ CV ആനന്ദബോസ്. ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ കല്യാൺ ബാനർജിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ News 18നോട്.
ഇപ്പോൾ ഡോക്ടർ സി വി ആനന്ദ് ബോസ് പശ്ചിമ ബംഗാൾ ഗവർണർ തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആനന്ദ് ബോസ്, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ഒരുപക്ഷെ അടിസ്ഥാനമില്ലെങ്കിൽ അത്യന്തം ഖേദകരമായ, രാജ്ഭവനെതിരെ അത്രയും ഖേദകരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിൽ ഇന്നലെ തന്നെ അങ്ങയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരുന്നു, രാജ്ഭവനിൽ കയറി ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്ന്. അങ്ങനെ അടിസ്ഥാനമില്ലാതെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രത്യേകിച്ച് രാജ്ഭവനെതിരെ, അത് വളരെ മോശം പ്രവണതയാണ്. എങ്ങനെയാണ് അങ്ങ് അതിനോട് പ്രതികരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ നടക്കുന്നത്? തികച്ചും അടിസ്ഥാനരഹിതമായ നിരുത്തരവാദിത്വപരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാം എന്ന് ഞാൻ കരുതി. ഒന്ന്, ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച എംപിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് അവഗണിക്കുകയാണ് നന്ന്. പക്ഷെ ആരോപണം അതീവ ഗുരുതരമായതുകൊണ്ടും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ സാധ്യത ഉള്ളതുകൊണ്ടും അത് ഗൗരവതരമായി എടുത്തു. എംപിയോട് തന്നെ പറഞ്ഞു അദ്ദേഹത്തെ നേരിട്ട് വന്ന് പരിശോധിക്കാം. മിനിയാന്ന് രാവിലെ മുതൽ ധാരാളം മീഡിയ പ്രവർത്തകരും പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളുമൊക്കെ രാജ്ഭവനിൽ വന്നു. രാജ്ഭവൻ അവർക്കായി തുറന്നിട്ട് കൊടുത്തു. ആർക്കും പരിശോധിക്കാം. പരിശോധനയിൽ എംപി ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ് എന്ന് കണ്ടു. ഇന്ന് ഞാൻ ടൂറിലായിരുന്നു. ടൂറെല്ലാം വെട്ടിച്ചുരുക്കി വീണ്ടും കൽക്കട്ടയ്ക്ക് പോവുകയാണ്. കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകൾ സംയുക്തമായി ഇന്നവിടെ പരിശോധന നടത്തുകയാണ്. പൊതുജനങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. രാജ്ഭവൻ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും പരിശോധന നടക്കുക. സ്നിപ്പർ ഡോഗ്, ബോംബ് സ്ക്വാഡ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ നിയമ നടപടികൾ ഈ എംപിക്കെതിരെ എടുക്കും. അതിനുള്ള നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സെർച്ചിന് ശേഷം അതിലൊരു തീരുമാനമെടുക്കുന്നതാണ്. രാജ്ഭവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനെതിരെ ഇങ്ങനെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോടെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് തൃണമൂൽ ആദ്യമായിട്ടല്ല ഗവർണർക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അത് ഒരു പടി കൂടി കടന്ന് ഒരു സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലൊരു പരാമർശമൊക്കെ ആവുമ്പോൾ അത് അതോടുകൂടി അവസാനിക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൂടല്ലോ. ബംഗാളിൽ രാജ്ഭവന് നേരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുക പതിവായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഈ പ്രവണത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞു, ചില ലക്ഷ്മണ രേഖകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം മുഖ്യമന്ത്രിയും ഗവർണറും പ്രവർത്തിക്കാൻ. ആ ലക്ഷ്മണ രേഖ ലംഘിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാപരമായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അത് സ്വീകരിച്ചിരിക്കും എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി അറിയിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നില്ല. പക്ഷേ മറ്റു ചിലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഗവർണർ എന്ന ഭരണഘടനാപരമായ അധികാരം, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, അതിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങളും അനുവദിച്ചു കൊടുക്കില്ല. ശക്തമായ നിയമ നടപടികൾ എടുക്കും. അതിന് ലോക്സഭാ സ്പീക്കറുമായും ബന്ധപ്പെടുന്നുണ്ട്. ഇതിപ്പോ ഒറ്റപ്പെട്ട് ഒരു MP കല്യാൺ ബാനർജി വിവാദ പരാമർശങ്ങൾ മുൻപും നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പരാമർശമായിട്ടാണോ അങ്ങ് കാണുന്നത്? അതോ മറിച്ച് സർക്കാർ നേരിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നില്ല, മറ്റാരെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു മൗന സമ്മതമുണ്ടോ ഇതിന് പിന്നിൽ? സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരം പരാമർശങ്ങളും ഗൗരവമേറിയ ആരോപണങ്ങളും? യാതൊരു വിധമായ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ശരിക്കും അന്വേഷണത്തിൽ അടിസ്ഥാനരഹിതമെന്ന് കണ്ടാൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുകയും ചെയ്യും. വളരെ നന്ദി ഡോക്ടർ CV ആനന്ദ് ബോസ് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ എടുക്കും. ഇന്നിപ്പോൾ പരിശോധനയ്ക്ക് രാജ്ഭവൻ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമെന്ന് കരസേനാ മേധാവി, ഏതാക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകി. ചാണക്യ ഡിഫൻസ് ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാന് താക്കീതും മുന്നറിയിപ്പും നൽകുന്ന പ്രതികരണങ്ങൾ നടത്തിയത്.
ഇന്ത്യയിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിയ ദ്വിവേദി ഇത് വെച്ചുപൊറുപ്പിക്കാനാവില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയുണ്ടായി. ഇന്ത്യ എപ്പോഴും പുരോഗതിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. ആ പാതയിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതായി വരും എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞുവെച്ചു. അതോടൊപ്പം തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് രാജ്യത്തിനറിയാം എന്നും അദ്ദേഹം പറയുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെയും ഭീകരവാദ സംഘടനകളെ പോലെ തന്നെയാണ് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ താക്കീതും മുന്നറിയിപ്പുമാണ് പാകിസ്ഥാന് ദ്വിവേദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ട്രെയിലർ മാത്രമായിരുന്നുവെന്നും അത് 88 മണിക്കൂറിൽ അവസാനിച്ച ഒരു സൈനിക നടപടിയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഇനിയും പ്രകോപനവുമായി വന്നാൽ എങ്ങനെയാണ് ഒരു അയൽ രാജ്യത്തോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എന്ന് ഇന്ത്യ പഠിപ്പിക്കും എന്നുകൂടിയായിരുന്നു ജനറൽ ദ്വിവേദിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. मैं तो ये कहना चाहूँगा कि मूवी शुरू भी नहीं हुई थी, सिर्फ एक ट्रेलर दिखाया गया था और ट्रेलर के बाद 88 घंटे में वो ट्रेलर खत्म हो गया. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं और अगर कोई ऐसा हमें मौका देता है पाकिस्तान तो हम उसका भरपूर एक शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने पड़ोसियों से बिहेव करना चाहिए. ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നും കാശ്മീരിലെ സാഹചര്യം മാറിയതായും അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് 2019 മുമ്പ് പലപ്പോഴും സൈനികർക്ക് നേരെ കല്ലേറുണ്ടാകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അങ്ങനെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സൈന്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സൈന്യത്തിൽ വിശ്വാസമാണ് എന്നും ദ്വിവേദി പറയുകയുണ്ടായി. ഒപ്പം ചൈനയുമായുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് എന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രത്യേകിച്ച് 2024 ഒക്ടോബറിന് ശേഷം ഇന്ത്യയും ചൈനയും നടത്തിയ സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ ആണ് ഈ പുരോഗതിയിലേക്ക് നയിച്ചത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായി ചർച്ചകൾ തുടരുന്നുണ്ട് എന്നും അത് അതിർത്തി സംഘർഷങ്ങളെ ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷയും ജനറൽ ദ്വിവേദി പങ്കുവെക്കുകയുണ്ടായി. ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും ആത്മവിശ്വാസവും ഉയർത്തുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബിഎൽഒ അനീഷിന്റെ മരണത്തിൽ സിപിഎമ്മിനെതിരെ കണ്ണൂർ ഡിസിസി. അനീഷിനെ സിപിഎം ഭീഷണിപ്പെടുത്തിയെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ കോൺഗ്രസ് പുറത്തുവിട്ടു. സിപിഎമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിയാണ് അനീഷിനൊപ്പം SIR പ്രവർത്തനത്തിനായി പോയത്. സിപിഎമ്മിന്റെ BLA ഒരു ഘട്ടത്തിലും അനീഷിനൊപ്പം ഇല്ലായിരുന്നുവെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. കോൺഗ്രസ് BLA വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടത്. താല്പര്യമില്ല, നടക്കുന്ന തീരെ താല്പര്യമില്ലേ. രണ്ടാമത് നിങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരികയും ചെയ്യില്ല. ഞാൻ പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് വന്നില്ല, ഞാൻ വരില്ല. അതെ, അല്ല അവര് നമ്മ ലഘുലേഖയുടെ കുറിച്ച് നമ്മ രാഷ്ട്രീയം പറഞ്ഞു എവിടെയെങ്കിലും. ഒന്നാമത് നിങ്ങളെ ഇവിടെ തായിലവർക്കൊന്നും അറിയില്ല. നിങ്ങൾ കോൺഗ്രസ് ആണോ CPM ആണോ നിങ്ങൾ ഏതാ പാർട്ടിന്ന് അവർക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങളൊരു ഉദ്യോഗസ്ഥർ, നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് വരുന്നത്, നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കുന്നു. നമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ലാണ്ട് പറഞ്ഞു ചെയ്തു. നമ്മ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ ഇല്ലല്ലോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നയില് അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നാല് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞു അവര് വിളിച്ച റെക്കോർഡിന് മോള് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ തടയുന്ന പറയുന്നുണ്ട് എന്നാക്കണ്ടേക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ ഓഫീസർ, വില്ലേജ് ഓഫീസർ ആരാണത് മോളില് ഇത് നിങ്ങൾ ഇത് കൊടുക്കേണ്ട എവിടെയാന്ന്? അവര് പറയുന്നത് പിന്നെ ഒന്നും ഇതാക്കൂല. അവര് ഞാൻ പറഞ്ഞത് അതെ, അല്ല അത് ശരിയല്ല. നമ്മള് പിന്നെ BLA കളക്ടർ അങ്ങനെ എത്തിയിട്ടുള്ള BLA ആണ്. പിന്നെ നമ്മൾ ഒരു കൊടുത്തിട്ട് ആയതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ സഹായിക്കണം പറഞ്ഞിട്ട് മറ്റേ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്കും വരുന്നത്. അതെ, നിങ്ങളത് പിന്നെ നിങ്ങളൊരു പറയുന്നാല് പിന്നെ വേറെവിടെയും പറയും നമ്മളെ കൂട്ടുന്നില്ലെന്ന് പറയും. ഞാനത് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാം. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്ത പ്രശ്നം നിങ്ങൾക്കാണ്. സിപിഎമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിയാണ് അനീഷിനൊപ്പം SIR പ്രവർത്തനത്തിനായി പോയതെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്. സിപിഎമ്മിന്റെ BLO ഒരു ഘട്ടത്തിലും അനീഷിനൊപ്പമില്ല. അടുത്ത ദിവസം കോൺഗ്രസ് BLOയോട് വരേണ്ടെന്ന് അനീഷ് ജോർജ് പറഞ്ഞതായും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇവിടെ
കോൺഗ്രസിന്റെ BLA ആയിട്ടുള്ള വൈശാഖും CPMന്റെ BLA ആയ റഫീഖ് അല്ല പോകുന്നത്, മറിച്ച് പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വൈശാഖിനോട് അദ്ദേഹം വിളിച്ച് പറയുന്നു ഇനി വരണ്ട എന്ന്. കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി. മലാപ്പറമ്പ് കാരപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. 3 വീടുകളിൽ വെള്ളം കയറി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. പ്രദേശത്തെ കുടിവെള്ള വിതരണം 2 ദിവസം മുടങ്ങും. പൈപ്പിന്റെ കാലപ്പഴക്കമാണ് പൈപ്പ് പൊട്ടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലാപ്പറമ്പ് കാരപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് പൈപ്പ് പൊട്ടിയ അപകടം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് വലിയ ശബ്ദത്തിൽ ഈ റോഡ് പൊളിഞ്ഞ് വീഴുകയും വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് തള്ളുകയും ചെയ്തത്. ഈ റോഡിന് സമീപപ്രദേശത്തുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്ന പോലും ചെയ്യുന്ന വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വീടുകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. സമീപത്തുള്ള വീടുകളിലേക്ക് വലിയ തോതിൽ വെള്ളം കയറുന്നത്. ആ വീടുകളുടെ മുറ്റത്ത് വെള്ളം കയറി ചെളിയും മറ്റുമൊക്കെ അടിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. ആ വീടിൻ്റെ തന്നെ ടോയ്ലറ്റിനുള്ളിലേക്ക് വരെ വെള്ളം കയറി. ഒപ്പം മുറ്റത്ത് സൂക്ഷിച്ചിരുന്ന ചെരുപ്പടക്കമുള്ള സാമഗ്രികൾ ഒലിച്ചു പോയിരുന്നു. ആ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. വലിയ തോതിലാണ് എന്തായാലും ചെളി അടിഞ്ഞ് കൂടിയിരിക്കുന്നത്. വലിയ ശബ്ദത്തിലാണ് ഈ പൈപ്പ് പൊട്ടലുണ്ടായത്. ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ഒപ്പം ഈ വശത്തെ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അത് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നമുക്ക് സമീപവാസികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? എത്ര മണിക്കായിരുന്നു സംഭവം? ഇത് പുലർച്ചയ്ക്ക് 3:15 ഏകദേശം ഉണ്ടായത്. പൊട്ടി ഈ അടുത്ത വീട്ടിലെ മതിൽ ഇടിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. നോക്കുമ്പോൾ ഇവിടെ യുദ്ധക്കള, കംപ്ലീറ്റ് മണ്ണും ചളിയും, വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളം കയറി, ചളിയാണ്, നടക്കാൻ പറ്റുന്നില്ല, ചെരുപ്പ് മുഴുവൻ ഒലിച്ചുപോയി. ഇവിടെ വന്നപ്പോൾ ഈ മണ്ണ്, ഈ റോഡൊക്കെ ഇങ്ങനെ പൊന്തിപ്പോയി. ഈ റോഡ് താന്നിട്ടായിരുന്നു. ഇതിനുള്ളിലിപ്പോൾ മണ്ണില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം മണ്ണില്ല. ഇത് പൊള്ളയാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും താന്നു പോകും. ഈ മണ്ണാണ് സൈഡിൽ കൂടെ കയറി ഇവിടെ എത്തിയത്. ഇവിടെ ഒരു ഗർത്തമുണ്ട്. ഇതിലൊക്കെ ആള് വീണ് തീർന്നു പോകും. അത്രയും ആളുള്ള സാധനങ്ങളാണ് ഇവിടുത്തെ. റോഡ് ചുരുക്കം പറഞ്ഞാൽ ഉപയോഗശൂന്യമാണ്. ഒരു 10-50 മീറ്ററോളം ഉപയോഗശൂന്യം. ഇതിന്റെ ഇടയിൽ മണ്ണില്ല. ഇത് പൊളിച്ച് മണ്ണിട്ടിട്ട് രണ്ടാമതും ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇത് ഇടക്കിടക്ക് ഇനിയും പൊട്ടുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യും. ഇത് പതിവായിട്ട് ഇവിടെ പൊട്ടലുണ്ടാവും. പൊട്ടുന്ന ഈ പാച്ച് വർക്ക് നോക്കിയാലേ ഇവിടെയൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് റോഡിൽ. അത് നോക്കിയാലാണ് ഇത് പൊട്ടുന്നത് ചിലർക്ക് ഉപകാരമാണ്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും പതിവായി തന്നെ റോഡ് പൊട്ടുന്ന ഒരിടമാണ്. റോഡ് ഉടനീളം പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പോലീസ് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പ്രദേശത്തെ വീടുകളിൽ 2 ദിവസം കുടിവെള്ളം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ പൊട്ടൽ പരിഹരിക്കണമെങ്കിൽ കുറച്ച് വലിയ ജോലിയാണ്. ആ ജോലി പരിഹരിക്കണമെങ്കിൽ സമയമെടുക്കുമെന്നാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത്. എന്തായിരുന്നു സംഭവിച്ചത്? ഇത് രാത്രി 2 മണിക്ക് ഒച്ച കേട്ട മോന്റെ ഭാര്യയും മോനും കൂടെ നീച്ച് നോക്കി മുകളിൽ ജനാലിനോട് കൂടെ. അപ്പോൾ ഒന്നായിട്ട് വെള്ളം ഒന്നായിട്ട് ഒഴുകിപ്പോണ്ട്. അവിടെ ഇവിടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ നീച്ച് നോക്കുമ്പോൾ ഒന്നായിട്ട് വെള്ളമാണ്. പിന്നെ അവിടുന്ന് പാൽ സർവീസിനെ വിളിച്ച് ഓരൊക്കെ വന്ന് ഓരോ പിന്നെ അതിലേക്ക് വിളിച്ച് പിന്നെ ബ്ലോക്കൊക്കെ ചെയ്ത് നേരെ പിന്നെ ഓര് പോയത്. വെള്ളം കയറി ഇവിടെ താത്താൻ്റെ ഇതിന്റെ പകുതി കേട്ടോ, ഈ ആ സ്റ്റെപ്പിന്റെ പകുതി കേട്ടോ. പിന്നെ അവിടെ മതിൽ ഇടിഞ്ഞു പോവുകയും ചെയ്ത് നീളത്തില് പെട്ടെന്നൊരു അമ്പരന്ന് പോയായിരിക്കും. അതെ പെട്ടെന്നുള്ള ഇതാണ്. ഉറക്കത്തല്ലേ, രാത്രിയാണല്ലോ, അറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും രാത്രി ഉറക്കത്തിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. പിന്നീട് വലിയ വെള്ളപ്പാച്ചിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ റോഡ് പൊളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിയാണ് ഈ വെള്ളത്തിന്റെ പ്രവാഹം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലായത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ റോഡ് പൂർണ്ണമായും സമീപത്തെ സ്ലാബിൽ നിന്നും
മാറിയിരിക്കുന്ന കാഴ്ച. അല്പസമയത്തിനകം തന്നെ അധികൃതരും മറ്റുമൊക്കെ ഈ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സമയമെടുക്കും എന്ന്, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ റോഡിൻ്റെ ഈ ഭാഗം പൂർണ്ണമായി മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒപ്പം ഇതിനടിയിൽ പൈപ്പ് കണക്ഷൻ പോകുന്നതുകൊണ്ട് പൊള്ളയായി നിൽക്കുന്ന ഇടങ്ങളുണ്ട്. എന്തായാലും കുറച്ചധികം സമയമെടുക്കുന്ന ജോലി ആണ് എന്നാണ് ജല അതോറിറ്റി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. വൈകാതെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണവെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,455, പവന് 91,640. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 9,465, പവന് 75,720. വെള്ളി ഗ്രാമിന് 167, കിലോയ്ക്ക് 1,67,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.